പെണ്ണിനെ കാണാനല്ലോ. ആരുടെ കാര്യം പറയണത്? സായിറാന്റെ കാര്യം പറയണതേ. നേരത്തെ വരാന്ന് പറഞ്ഞതാ. അപ്പൊ നോക്കാം, 11 മണി കഴിഞ്ഞ്. ഇനി ഈ നട്ടുച്ചയ്ക്ക് എങ്ങനെ ഈ പെണ്ണ് വരിക? താത്താനെ വിളിച്ചിക്കണോ അപ്പോ? ആ, ഓളെ വിളിച്ചിക്കണോ? അതിനിപ്പോ എന്താ? അത് വേണ്ടിയിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇനി ഇക്കാണി മാത്രമേ വിളിച്ചിട്ടുണ്ടാവുള്ളൂ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. താത്താനെ വിളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നൊരു ദിവസം വരായിരുന്നു. താത്താൻ്റെ മാപ്പിള എവിടെ കിടക്കണു? എൻ്റെ മാപ്പിള എവിടെ കിടക്കണു? മൂപ്പര് ഇപ്പോഴാ കൂലിപ്പണി തന്നെയല്ലേ. എൻ്റെ കാക്കുവാണെന്നുണ്ടെങ്കിലോ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇക്കെന്താ വിചാരിക്കുക? എന്ത് വർത്താനായി പറയണത്? എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ്. അന്നെ നോമ്പറപ്പിക്കാൻ വിളിച്ചുമ്പോൾ ഓളെങ്ങനെ ഞാൻ വിളിച്ചാണ്ടിരിക്കുക? എനിക്ക് ആകെ നിങ്ങൾ 2 മക്കളല്ലേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം നോമ്പറപ്പിച്ചിട്ട് പിന്നെ താത്താനെ അളിയാക്കനെ വിളിച്ച് നോമ്പറപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വിളിച്ചില്ലേ, സാരല്ല. ഈ പെണ്ണിന് ഇതെന്താ പറ്റി പഠിച്ചോനെ? ആ, എൻ്റെ കുട്ടി വരുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് വന്നൂടെ താത്താക്ക്? അതിനെങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് വന്ന് 50 ഉറുപ്പിക കളയണ്ടേ, അത് വിചാരിച്ചിട്ടായിരിക്കും. ഞാൻ ഒന്നും ഉണ്ടല്ലോ. അല്ല, ഈ എപ്പോഴെത്തി? കുറെ നേരമായി വന്നിട്ട്? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. അല്ല, ഇമാരി വരത്തിങ്ങൾ ഈ നടന്നിട്ടാ വന്ന്? ഒക്കെ ഞാൻ എൻ്റെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് വന്നാൽ പോരെ? 50 ഉറുപ്പികയല്ലേ ഉള്ളൂ. ഇമാരി തീ പൊള്ളണ പോലെ വെയിൽ കൊള്ളണോ? ഞാൻ ബസ് ഇറങ്ങി നോക്കിയപ്പോഴേ ഓട്ടോറിക്ഷ ഒന്നും കണ്ടില്ല. ആകെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. അതിന് ചോദിച്ചാൽ 50 ഉറുപ്പിക. എൻ്റെ അടുത്താണെങ്കിൽ പിന്നെ ചില്ലറ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങോട്ട് നടന്നു പോകുന്നു. അല്ല, ഓൻ വന്നില്ലേ? ഇല്ലമ്മ, ഇക്കാക്ക് പണിയുണ്ട്. അപ്പം കുറേ ദിവസമായിട്ട് ഇക്കാക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഇന്ന് പണി കിട്ടിയപ്പോൾ പോയി. ചിലപ്പോൾ നോമ്പറക്കാനാകുമ്പോഴത്തേക്ക് വരുമായിരിക്കും. അല്ലടി, എൻ്റെ മാപ്പിളക്കാക്ക എവിടെ? ഇക്കതാ ഉള്ളിൽ ഉറങ്ങാം. ഞങ്ങളിപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്. പിന്നെ ഇവിടുത്തെ ചൂടും AC ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഉറക്കം വന്നില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ പിന്നെ ഞങ്ങളുടെ വീട്ടിലെല്ലാ റൂമിലും AC ഉണ്ട്, അതുകൊണ്ട് കിടക്കാനൊക്കെ നല്ല സുഖം. ഇവിടുത്തെ ഫാനിനാണെങ്കിലോ സ്പീഡും ഇല്ല. വർത്താനൊക്കെ പിന്നെ പറയാം. മറ്റു പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വാ. മാറി ചൂടത്തി പറത്തിയിട്ടിട്ട് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ആ, ഞാനിത് മാറ്റിയിട്ട് വരാടി. അല്ലമ്മ, നോമ്പൊക്കെ എന്തൊക്കെ ഉണ്ടാക്കണേ? അല്ല, നിങ്ങൾ കൈവീശ വന്ന് ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുവന്നില്ലേ? അതിന് നമ്മളെ പേരേക്കല്ലേ വരുന്നത്. പിന്നെ രാവിലെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു ഒന്നും വേണ്ടാന്ന്. നമ്മളെ വീടൊക്കെ തന്നെ. എന്നാൽ നോമ്പറൊക്കെ വേണ്ടി നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുണ്ടേ. ഞങ്ങളിതാ കുറേ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെന്തായാലും ഫ്രൂട്ട്സ് വാങ്ങിയാൽ നന്നായി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇമ്മനി കടയിൽ പോയി വാങ്ങേണ്ടി വന്നു. ശരി, നിങ്ങൾ രണ്ടാളെ പറഞ്ഞിരിക്കേ, ഞാൻ അടുക്കളയ്ക്ക് ചെല്ലട്ടെ. ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ. നല്ല ടയേർഡ്, ഭയങ്കര തലവേദന. ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് നീക്കാം. ശരി, ഇപ്പോൾ റെസ്റ്റ് എടുക്കുക. കല്യാണം കഴിഞ്ഞവരൊക്കെ ഓളും ഞാനും തമ്മിൽ എങ്ങനെയെന്നുള്ളത് നമുക്കറിയാലോ. പക്ഷെ കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ അവളാകെ മാറി. ഇപ്പം വിളിക്കലുമില്ല, സംസാരിക്കലുമില്ല. ഇപ്പം തന്നെ ഞങ്ങൾ കാണുന്നത് 5-6 മാസം കഴിഞ്ഞിട്ടാണ്. നോക്ക്, എന്നിട്ട് ഓളിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? അവളിപ്പോൾ പൈസക്കാരൻ്റെ ഭാര്യയല്ലേ. ഞാനാണെങ്കിൽ ഒന്നുമില്ലാത്തവല്ലേ. അതായിരിക്കും. കുഴപ്പമില്ല. ഇല്ലമ്മ, നമുക്ക് പണികളൊക്കെ തുടങ്ങിയാലോ? ഉള്ളി ഇതൊക്കെ തൊലിക്കാം നമുക്കിപ്പോൾ തന്നെ. എന്നാൽ പിന്നെ ആ സമയത്ത് കിടന്ന് ഇടങ്ങാറാവണ്ടല്ലോ. ഹോളിനിപ്പോൾ നീച്ച് വരുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് തന്നെ എല്ലാം ചെയ്യാം.
ഇനി മോളെ വിളിക്കാനോ ഓളെ ഒന്നും ചീത്ത പറയാനൊന്നും നിൽക്കണ്ട. എന്തമ്മ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് താത്താനോട് പറഞ്ഞാൽ മതി. ഞാനൊക്കെ വാങ്ങിക്കൊണ്ടതില്ലേ, ഇനി കട്ട് ചെയ്യേണ്ട പണിയിൽ താത്ത ചെയ്യട്ടെ. എന്ത് വർത്താനായി പറയണത്? എനിക്കേ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ്. അപ്പോൾ അണക്കിപ്പോൾ ഇത്തിരി എൻ്റെ മാപ്പിളക്ക് ഇത്തിരി പൈസ ഉണ്ട് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടീനെ എന്താ എൻ്റെ പേരേക്ക് വിളിക്കാൻ പാടില്ലേ? കല്യാണത്തിന് മുന്നേ എങ്ങനെ ജീവിച്ചെന്നുള്ളത് എൻ്റെ കുട്ടിക്ക് ഓർമ്മ ഉണ്ടല്ലോ. കഴിഞ്ഞ കാലം കൊണ്ട് വല്ലാണ്ട് ഇങ്ങോട്ട് മറക്കണ്ട കേട്ടോ എൻ്റെ കുട്ടി. അണക്ക് കമ്പ്യൂട്ടർ പഠിക്കണം, ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുട്ടി കടയിൽ നിന്നിട്ട് അണക്ക് പൈസ ഉണ്ടാക്കി തന്നിരുന്നു. ആ സമയത്തൊക്കെ ഓൾക്ക് പഠിച്ചിടുന്നുണ്ടെങ്കിലേ ഓൾക്കിപ്പോൾ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഇപ്പോഴോ ഉള്ള ജോലി കെട്ടിച്ച് പോകണമില്ല. ആ കുട്ടി കഷ്ടപ്പെട്ടത് വെറുതെ ആവുകയും ചെയ്തു. എന്നിട്ട് പണക്കിപ്പോൾ അതിനെ കണ്ടുകൂടാ അല്ലേ? എല്ലാവർക്കും ജീവിതം ഒരേപോലെ ആവണമെന്നില്ല. പക്ഷേ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ എപ്പോഴും ഒരേപോലെ ആവില്ല. അതൊക്കെ മാറും. നാളെ നമുക്ക് എന്താ പറ്റുകയെന്നുള്ളത് നമുക്കിപ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ മാപ്പിള ഗൾഫിലാണ്, പണിയുണ്ട്, നാളെ അതൊന്നും ഇല്ലാതായിക്കൂടാന്നൊന്നുമില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാണ്ട് അങ്ങോട്ട് അഹങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പോയിരുന്നോ എൻ്റെ മാപ്പിളിൻ്റെ അടുത്ത്. ഉമ്മ മാക്സി വിൽക്കാൻ വരുന്ന താത്താൻ്റെ നീ ഞാൻ 2 മാക്സി എടുത്തിക്കണ്. ഒന്ന് അണക്കും ഒന്ന് കൊടുക്കും. അണക്ക് ഏതാ പറ്റിച്ചെടുത്തോ, എന്നിട്ട് ഒന്ന് സെമിക്കും കൊടുത്തതാ. അതാ റൂമിൽ കബോർഡിലുണ്ട്, പോയി നോക്കിയോ കജ്. ഞാൻ പോവാ. ഞാൻ പിന്നെ ഒരു ദിവസം വരണ്ടേ നോമ്പ് തുറക്കാനും ഉമ്മാൻ്റെ കൂടെ. പോവാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു വരുത്തത്? നോമ്പറക്കാനല്ലേ വിളിച്ച്? നോമ്പറന്നിട്ട് പോയാൽ മതി. അല്ല സെമി എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും അല്ലമ്മ. ഓളൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും അപ്പുറത്തെ പെരിയിലാക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഓരൊന്നും അവിടെ ഇല്ല. ഞാൻ വിട്ടുപോയി. പിന്നെ ഇക്ക വരാനും നേരെ വൈകും. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കണ്ടില്ലെങ്കിലേ ആകെ പേടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. നോണ പറയണ്ട. ഓൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാൻ. രാവിലെ തൊട്ട് തുടങ്ങിയതാണ് പെണ്ണ്. ശരിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനെന്തായാലും കുട്ടികളെ കൂട്ടി ഒരു ദിവസം നേരത്തെ വരാം. പരീക്ഷയ്ക്ക് കഴിയും ചെയ്യട്ടെ. ഇപ്പോൾ എന്തായാലും ഓളാണ് നോമ്പാക്കി. അവിടെ അടുത്തല്ലേ, എനിക്കെപ്പോൾ വേണമെങ്കിലും വരാനോ. ശരി എന്നാ ഞാൻ റെഡി ആവട്ടെ. അല്ല നോമ്പാർ കളിയാക്കെ വരുമോ? ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാൻ വിചാരിച്ചു മൂപ്പര് വരുന്നു. ഇനി അളിയാക്ക വരുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഇക്കാക്ക് മൂപ്പര് കൂടെ ഇരിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. മൂപ്പര് എവിടെ കിടക്കുന്നു, എൻ്റെ ഇക്ക എവിടെ കിടക്കുന്നു. വരാതെ എന്തായാലും നന്നായി. ഇനി അഥവാ വരുന്നുണ്ടെന്ന് പറഞ്ഞാലേ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ വരണ്ടാന്ന്. ഞാൻ ഇന്നലെ അങ്ങോട്ട് ചെല്ലട്ടെ. എന്താ അമ്മ താത്താനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തു പറയാൻ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലേ ഓളിതാ പോവാൻ നിൽക്കുകയാണ് അത്രേ. അതിനിപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പിള്ളതല്ലേ പറഞ്ഞോളൂ. അതിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഓരോ വർത്താനം കേട്ടിട്ടാണ് അതിതാ നോൻ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്ന ആളിത് അപ്പം തന്നെ പോണത്. ഒരു വർത്താനം പറഞ്ഞോളോട് നിർത്താൻ നോക്ക്. ചെല്ല്. താത്ത ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ. അത് നിങ്ങളെങ്ങനെ കാര്യമാക്കണോ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. ഇജ്ജ് പറഞ്ഞിട്ടൊന്നല്ല. അല്ലെങ്കിൽ തന്നെ ഇജ്ജെന്താ പറഞ്ഞപ്പോൾ ഞാനേ കുട്ടികളെ അപ്പുറത്തെ പെരിയിലാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഓലവിടെ ഇല്ല. അതുകൊണ്ട് കുട്ടികൾ വരുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് പോകണം. നിങ്ങളത് വീടി എന്നിട്ട് അളിയാക്കാനെ വിളിക്കും. എന്നിട്ട് എല്ലാവർക്കും നോമ്പ് തുറന്ന് ആളെ നമുക്ക് എല്ലാവർക്കും പോവാം. അതൊന്നും വേണ്ട. അളിയൊക്കെ പണിക്ക് വയ്ക്കല്ലേ. ഇനിയിപ്പോൾ അവിടെ നിന്നൊന്നും ഇപ്പം വരാൻ പറ്റില്ല. ഇനി പണിയില്ലാത്തൊരു ദിവസം ഞങ്ങൾ വന്ന് നോമ്പ് തുറന്നുകൊണ്ട് ഇച്ചിപ്പോൾ എൻ്റെ ഇക്കാനെ കുട്ടി നോമ്പ് തുറന്നിട്ട് പോയി. ഞങ്ങളെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല. അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ താത്ത. നിങ്ങൾ ക്ഷമിക്കും. ഇജ്ജ് പറഞ്ഞതിന് തെറ്റൊന്നുമില്ല. ഇജ്ജ് പറഞ്ഞതിന് ശരി. പൈസ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ രണ്ടും രണ്ടാ. പൈസ ഉള്ളവർക്ക് ഇന്ന് എവിടെ പോയാലും വില ഉണ്ടാവും. ഇല്ലാത്തവർക്ക് എവിടെ പോയാലും വില ഉണ്ടാവില്ല. അതിപ്പോൾ സ്വന്തം പേരിലാണെങ്കിൽ പോലും.
അതൊന്നും കുഴപ്പമില്ല, പട്ടിണി ഇല്ലാതെ പോകണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. അതിനേക്കാൾ വലിയ ഭാഗ്യമൊന്നും എനിക്ക് വേണ്ട. ഈ എന്തായാലും ഹാപ്പി ആയിരിക്കും. ഈ പറഞ്ഞത് ശരിയാ. എൻ്റെ മാപ്പിളുടെ കൂടെ ഇരുന്ന് നോമ്പെടുക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കും എൻ്റെ ഇക്കാക്കും ഇല്ല. ഞങ്ങൾ പാവപ്പെട്ടവരാ, വാടക വീട്ടിൽ ജീവിക്കണവരാ. നിങ്ങളെപ്പോലെ വലിയ വീടോ കാറോ അതൊന്നും നമുക്കില്ല. അപ്പോൾ ഞാൻ പോണ തന്നെ നല്ലത്. നിങ്ങളാ ഫോണേരി ഞാൻ വിളിക്കളിയാക്കാനെ. ഞാൻ വിളിച്ച് എന്തായാലും വരും. വിളിച്ചിട്ട് അളിയൊക്കെ വന്നിട്ട് നമുക്ക് നോമ്പൊക്കെ പറഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് പോയാൽ മതി. അതൊന്നും സാരല്ലടി, ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുന്ന ഓരോ പാഠങ്ങളാണ്. വേണ്ട, ഞാൻ വിളിച്ചോളാം, കുട്ടികളെ കൂട്ടിയിട്ട് വരാൻ പറയാം. ഇപ്പോഴൊരു സമാധാനമായത്. ഇനി ഞാനിങ്ങനൊന്നും പറയില്ല. നമുക്ക് അടുക്കളയ്ക്ക് പോവാം. ഇന്നത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുടിച്ചല്ല, വാ പോവാം. ചെറുപ്പം തൊട്ട് ഒരു വീട്ടിൽ കളിച്ച് വളർന്നവരാണെന്നുണ്ടെങ്കിലും കല്യാണശേഷം ചിലപ്പോൾ രണ്ടുപേരുടെ ജീവിതം രണ്ട് രീതിയിലായിരിക്കും. രണ്ടുപേരുടെ ജീവിതവും ചിലപ്പോൾ ഒരേ സാഹചര്യത്തിലൂടെ ആയിരിക്കില്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ ചിലപ്പോൾ 2 നില വീടുള്ള കൊട്ടാരത്തിലായിരിക്കും കഴിയുന്നുണ്ടായിരിക്കുക, പക്ഷേ മറ്റേ ആളോ ചിലപ്പോൾ വാടക വീട്ടിലായിരിക്കും. പക്ഷെ അവർ രണ്ടുപേരും വന്ന വീട് എന്ന് പറയുന്നത് അതൊന്നു തന്നെയാണ്. കല്യാണം കഴിച്ച് ഇനി ഭർത്താവായി മക്കളായി അവരുടെ കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മളുടെ കൂടപ്പിറപ്പ് എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ കൂടപ്പിറപ്പ് തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവരുത്. പിന്നെ എല്ലാവരും ഇങ്ങനെയാണെന്നല്ല കേട്ടോ, പക്ഷേ ചിലവരെങ്കിലും കല്യാണം കഴിഞ്ഞ ശേഷം ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടപ്പിറപ്പിനൊക്കെ ഇതേപോലെ താത്തി കെട്ടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.